ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഭഗവത്ഗീത അർജുന വിഷാദ യോഗയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 24-ാമത്തെ ശ്ലോകം വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 25-ാമത്തെ ശ്ലോകമാണ് നമുക്ക് നോക്കാനുള്ളത്. അതായത് അർജുനൻ ഭഗവാനോട് പറയുകയാണ്, രണ്ട് സേനകളുടെയും മധ്യത്തിലായിട്ട് രഥം കൊണ്ടുവന്ന് നിർത്താനായിട്ട് പറയുന്നു. അപ്പോൾ അർജുനൻ അങ്ങനെ പറഞ്ഞതിന് ശേഷം ഹൃഷികേശൻ, അതായത് ശ്രീകൃഷ്ണൻ, രണ്ടു സേനകളുടെയും മധ്യത്തിലായി രഥം സ്ഥാപിച്ചു. അവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. ഇനി ബാക്കി ഭാഗം നമുക്ക് നോക്കാം. അതായത് അർജുന വിഷാദ യോഗയിലെ ഭഗവത്ഗീതയിലെ 1-ാമത്തെ ചാപ്റ്ററായ അർജുന വിഷാദ യോഗയിലെ 25-ാമത്തെ ശ്ലോകം. ഭീഷ്മദ്രോണ പ്രമുഖതഃ സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യൈതാൻ സമവേദാൻ കുരൂനിതി. ഓരോ വാക്കുകളുടെയും അർത്ഥം നോക്കാം. ഭീഷ്മ ദ്രോണ പ്രമുഖത, ഭീഷ്മര്, ദ്രോണര്, അതുപോലുള്ള പ്രമുഖര്. സർവേഷാം എല്ലാം, ച കൂടെ, മഹീക്ഷിതാം മഹീപതി, അതായത് റൂളേഴ്സ് ഓഫ് എർത്ത് എന്ന് പറയും, ഭൂമിയുടെ ചക്രവർത്തിമാർ അല്ലെങ്കിൽ ഭരണകർത്താക്കൾ. ഉവാച പറഞ്ഞു, പാർത്ഥ അർജുനൻ, പശ്യേ നോക്കിക്കാണുക, ഏതാൻ ഇവരെ, സമവേതാൻ കൂടിയിരിക്കുന്നവർ, കുരൂൻ കൗരവർ, ഇതി ഇപ്രകാരം. ഭീഷ്മ ദ്രോണാദി മഹീപതികളായ ഈ കൗരവന്മാരെ കണ്ടുകൊള്ളുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് 26-ാമത്തെ ശ്ലോകം നോക്കാം. തത്രാ പശ്യത് സ്ഥിതിതാൻ പാർത്ഥഃ പിതൃനഥ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാത്യൻ പുത്രാൻ പൗത്രാൻ സഖിംസ്തഥാ ശശുരാൻ സുഹൃദൈശ്ചൈവ സേനയോരു ഭയോരപി. അർത്ഥം, തത്ര അവിടെ, അപശ്യത് കണ്ടിട്ട്, സ്ഥിതിതാൻ നിർത്തിയിരിക്കുന്ന, പാർത്ഥഃ പാർത്ഥൻ, പിതൃൻ പിതാക്കൾ, അധ അതുകൂടാതെ, പിതാമഹൻ പിതാമഹൻ, ആചാര്യൻ ആചാര്യന്മാർ, മാതുലാൻ മാതുലൻ, ഭ്രാത്രൻ സഹോദരൻ, പുത്രാൻ പുത്രൻ, പൗത്രാൻ പൗത്രൻ അതായത് ഗ്രാൻഡ് സൺസ്, സഖീം സുഹൃത്തുക്കൾ, തഥാ അധികമായി, ശശുരാൻ ഫാദർ ഇൻ ലോ, ശശുരൻ എന്ന് പറയും, സുഹൃദ സുഹൃത്തുക്കൾ, ച കൂടെ, ഏവ അതുകൂടാതെ, സേനയോർ രണ്ട് സേനകൾ, ഉഭയോർ രണ്ടിലും, അപി അതുകൂടാതെ. അവിടെ രണ്ട് സേനകളിലും ബന്ധുക്കളും സുഹൃത്തുക്കളും. അവരാണ് ഈ കുറേ ആളുകളുടെ പേര് പറഞ്ഞത്. ആരൊക്കെ? പിതാക്കൾ, പിതാമഹൻ, ആചാര്യന്മാർ, മാതുലൻ സഹോദരൻ, പുത്രൻ പൗത്രൻ, സുഹൃത്തുക്കൾ, അതുപോലെ ഫാദർ ഇൻ ലോസ്, ശശുരൻ, അങ്ങനെയുള്ള ആളുകളുടെ പേര്, ബന്ധുക്കളും സുഹൃത്തുക്കളും. ഇവരെല്ലാം നിൽക്കുന്നത് അർജുനൻ കാണുകയാണ്. അപ്പോൾ അർജുനൻ രഥം കുരുക്ഷേത്ര യുദ്ധഭൂമിയുടെ നടുക്ക് കൊണ്ടുവന്ന് നിർത്താനായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ കൊണ്ടുവന്ന് നിർത്തുകയും ഇവരെയൊക്കെ കാണുകയും ചെയ്യുന്നു. 27-ാമത്തെ ശ്ലോകം. താൻ സമീക്ഷ്യ കൗന്ദേയഃ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടോ വിഷീദന്നിദമബ്രവീത്. താൻ ഇവരെ, സമീക്ഷ കണ്ടിട്ട്, സ അവൻ, കൗന്ദേയഃ കൗന്ദേയൻ അതായത് സൺ ഓഫ് കുന്തി, സർവാൻ എല്ലാം, അവസ്ഥിതാൻ കൂടി നിൽക്കുന്നവർ, ബന്ധൂൻ ബന്ധുക്കൾ, കൃപയാ കരുണ, പരയാ ആഴമുള്ള, ആവിഷ്ടോ നിറഞ്ഞ, വിഷീദന്തം വിഷാദത്തോടെ, ഇദം ഈ, അബ്രവീത് പറഞ്ഞു. ഇവിടെ നിൽക്കുന്ന
അവിടെ നിൽക്കുന്ന ബന്ധുക്കളെ എല്ലാം കണ്ടിട്ട് വിഷാദത്തോടെ അർജുനൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ വന്ന് നോക്കിയപ്പോൾ, കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വന്ന് നോക്കിയപ്പോൾ തന്നോട് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്ന ആളുകളെയൊക്കെ കണ്ടപ്പോഴാണ് അർജുനന് മനസ്സിലായത് താൻ യുദ്ധം ചെയ്യേണ്ടത് തൻ്റെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ആചാര്യന്മാരോടും പിതാമഹന്മാരോടും സഹോദരങ്ങളോടുമൊക്കെ തന്നെയാണെന്ന്. അതെല്ലാം കണ്ടപ്പോൾ അതീവ ദുഃഖിതനാവുകയാണ് അർജുനൻ. എങ്ങനെയാണ് ഞാൻ ഇവരോടൊക്കെ യുദ്ധം ചെയ്യുന്നത്? അത് കണ്ടിട്ട് വിഷാദത്തോടെ അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു. അർജുന ഉവാച, അർജുനൻ പറയുകയാണ്. 28ഉം 29ഉം ശ്ലോകങ്ങളാണ് നോക്കുന്നത്. ദൃഷ്ട്വേമം സ്വചനം കൃഷ്ണയുയുത്സും സമുപസ്ഥിതം സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി വേവത്തുച്ഛ ശരീരേ മേ രോമ ഹർഷച്ഛ ജായതേ. ദൃഷ്ടോ കണ്ടിട്ട്, ഇമം ഇവരെ, സ്വജനം ബന്ധുക്കൾ, കൃഷ്ണ അല്ലയോ കൃഷ്ണ, യുയുത്സും യുദ്ധാവേശത്താൽ, സമൂപസ്ഥിതം കൂടിയിരിക്കുന്ന, സീദന്തി പരാജയം, മമ എൻ്റെ, ഗാത്രാണി കൈകാലുകൾ, മുഖം വായ ച കൂടെ, പരിശുഷ്യതി വരളുന്നു, വേപതച്ഛ വിറയ്ക്കുന്നു, ശരീരേ ശരീരം, മേ എൻ്റെ, രോമഹർഷച്ഛ രോമാഞ്ചം, ജായതേ എഴുന്നേറ്റ്. അർജുനൻ പറയുകയാണ്. അർജുന ഉവാച, അല്ലയോ കൃഷ്ണ, സ്വജനങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യാൻ ഇവിടെ വന്നിരിക്കുന്നത് കണ്ടിട്ട് എൻ്റെ കൈകാലുകൾ തളരുന്നു, മുഖം വരളുന്നു, ശരീരം വിറയ്ക്കുന്നു, രോമാഞ്ചം കൊള്ളുകയും ചെയ്യുന്നു. 30ാമത്തെ ശ്ലോകം. ഗാണ്ഡീവം സ്രംസതി ഹസ്താദ ത്വക്ചൈവ പരിദഹൃതേ നച ശക്നോമ്യവസ്ഥാതും ഭ്രമതീവ ചമേ നമഃ. ഗാണ്ഡീവം വില്ല്, അർജുനൻ്റെ വില്ലാണ് ഗാണ്ഡീവം. സ്രംസതേ വഴുതുന്നു, ഹസ്താദ് കയ്യിൽ നിന്നും, ത്വക് തൊലി, ച കൂടെ, ഏവ അതുകൂടാതെ, പരിദഹൃതേ അസകലം ചുട്ടുനീറുന്നു, ന ഇല്ല, ച കൂടെ, ശക്നോമ്യ എനിക്ക്, അവസ്ഥാതും നിൽക്കുക, ഭ്രമതീവ കറങ്ങുന്ന പോലെ, ച കൂടെ, മേ എൻ്റെ, മനഃ മനസ്സ്. അർജുനൻ ഭഗവാനോട് പറയുകയാണ്, ഗാണ്ഡീവം കയ്യിൽ നിന്നും വഴുതിപ്പോകുന്നു, ദേഹമാസകലം ചുട്ടുനീറുന്നു, നിവർന്ന് നിൽക്കാൻ പോലും കഴിയുന്നില്ല, എൻ്റെ മനസ്സ് കറങ്ങുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഇങ്ങനെയൊക്കെ അർജുനൻ ഭഗവാനോട് പറയുകയാണ്. ഇതുവരെ അർജുനനുണ്ടായിരുന്ന ആ ധൈര്യമൊക്കെ ചോർന്നു പോവുകയാണ്. അങ്ങനെ യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്ന രീതിയിൽ ഭഗവാനോട് അർജുനൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ പറയുന്നതൊക്കെ? നമുക്കിനി ആഴ്ചയിൽ 2 ദിവസമാക്കാം ഭഗവത്ഗീതയുടെ ക്ലാസ്. ഒന്ന് ഞായറാഴ്ച ദിവസവും ഒന്ന് വ്യാഴാഴ്ച ദിവസവും. ആ രീതിയിൽ നമുക്ക് ഭഗവത്ഗീതയുടെ ക്ലാസ് ക്രമീകരിക്കാം. അപ്പോൾ നിങ്ങൾക്കും ഒന്നും കൂടെ സൗകര്യമാകും. ആ ദിവസം പഠിക്കാനായിട്ട് നോക്കിയിരുന്നാൽ മതി. ബാക്കി ദിവസങ്ങളൊക്കെ നമുക്ക് വിശേഷ ദിവസങ്ങളും കഥകളുമൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകാം. ലളിതാ സഹസ്രനാമം വേണോ? ആ കാര്യങ്ങളെല്ലാവരും പറയുക. പിന്നെ നാരായണീയം 1-2 പേര് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഭഗവത്ഗീതയുടെ ക്ലാസ് ഒന്ന് കഴിഞ്ഞതിന് ശേഷം നാരായണീയം നോക്കാം. എല്ലാം കൂടെ ആയിക്കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ സ്ട്രെയിൻ ചെയ്യേണ്ടി വരും ഇതെല്ലാം കൂടെ വരുമ്പോഴേക്കും. കാരണം അതെല്ലാം എഴുതി തന്നെ വേണം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ. വെറുതെ ശ്ലോകം മാത്രം വായിച്ച് കേൾപ്പിച്ചാൽ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ്. അപ്പോൾ അത് എഴുതി നമ്മളത് അപ്ലോഡ് ചെയ്യുമ്പം ഒരുപാട് സമയമെടുക്കും. ഒരു കഥ പറയുന്നത് പോലെ അല്ല. അതുകൊണ്ടാണ് ഇതൊന്ന് കഴിയട്ടെ, കുറേശ്ശെ നമുക്ക് പഠിക്കാം. എല്ലാം വേണമല്ലോ. അതുകൊണ്ട് അപ്പോൾ നമുക്കിനി ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാലയൊക്കെ വരുന്നുണ്ട്.
വന്നിടാൻ സാധിക്കാത്തവരൊക്കെ അവരവരുടെ വീടുകളിലെങ്കിലും ഇടാനായിട്ട് ശ്രമിക്കണം. എല്ലാവരും ചെയ്യണം അതൊക്കെ. അപ്പോൾ നവരാത്രിയാണ് ഇപ്പോൾ, അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പൊങ്കാല വരുന്നു. അതുമായിട്ടനുബന്ധിച്ചിട്ട് ദേവീ ഭജനം വളരെ നല്ലതാണ്. അതുകൊണ്ട് എല്ലാവരും ലളിതാ സഹസ്രനാമവും ദുർഗാ സപ്തശ്ലോകിയൊക്കെ ജപിക്കാനായിട്ട് നോക്കുക. ലളിതാ സഹസ്രനാമം അർത്ഥം മനസ്സിലാക്കി ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഞാൻ നോക്കട്ടെ അതിൻ്റെ ക്ലാസ്സുകളും കൂടെ ഈ കൂട്ടത്തിൽ ഇടാൻ പറ്റുമോ എന്നുള്ളത്. പിന്നെ ഇപ്പോൾ ഏകാദശി വരുന്നു, ഷഷ്ടി വരുന്നു, വിനായക ചതുർത്ഥി വരുന്നു, ഒരുപാട് വിശേഷങ്ങളാണ് വരുന്നത്. അതാത് വിശേഷങ്ങളുടെ കാര്യങ്ങളെല്ലാം പറയാം. വസന്ത പഞ്ചമി വരുന്നു, അത് വലിയ വിശേഷമാണ്. അതും ഉടനെ തന്നെ വീഡിയോ ഇടാം. കഥകളെല്ലാം കേൾക്കണം. ഇന്നത്തെ ദിവസം നള ദമയന്തിമാരുടെ ബാക്കി ഭാഗവും കൂടെ ഞാൻ ഇന്നിടാം. അപ്പോൾ ഇത് രണ്ടും ഇന്നത്തെ ദിവസം കേൾക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സജഷൻസൊക്കെ പറയുക. ഹരേ കൃഷ്ണ.